നമുക്കറിയാം അംഗൻവാടിയിൽ വരുന്ന മുഴുവൻ പ്രീ സ്കൂൾ കുട്ടികൾക്കും ആധാർ ഐ ഡി ഉണ്ടാക്കണം എന്നുള്ള ചുമതല കൂടി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി അത് പൂർത്തിയാക്കുന്നതിന് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലും ആ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരു കുട്ടിയുടെ ആധാർ ഐ ഡി തെറ്റുകൂടാതെ പൂർത്തിയാക്കുക എന്നതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു സെഷൻ നമ്മളുടെ പോഷക ഭാഷ എന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഐ ബട്ടണിലും ആഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഈ സെഷൻ കാണാത്തവർ ആദ്യം നിർബന്ധമായിട്ടും അത് കാണുക. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തെറ്റുകൂടാതെ ഓരോ കുട്ടിയുടെയും ആധാർ ഐ ഡി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയം നമ്മൾ ടീച്ചേഴ്സ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ഇത്തരത്തിൽ മുന്നിൽ വന്നിട്ടുള്ളത്. ഇതിനുള്ള പ്രതിവിധിയുമായിട്ടാണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ടീച്ചർ ഇത്തരത്തിൽ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയം ടീച്ചർ നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത് ഡാറ്റ എൻറ്റേർഡ് ഡസ് നോട്ട് മാച്ച് വിത്ത് ദി ആധാർ ഡീറ്റെയിൽസ്, പ്ലീസ് ആൻഡ് കറക്റ്റ് ഡീറ്റെയിൽസ് ആസ് പെർ ആധാർ. അതായത് ആധാറിലെ വിവരങ്ങൾ ടീച്ചർ എൻ്റർ ചെയ്തപ്പോൾ അത് മിസ്മാച്ച് ആണ് എന്നുള്ള എറർ സന്ദേശമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തടസ്സം എങ്ങനെയാണ് മറികടക്കേണ്ടത്, അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. ആദ്യം തന്നെ നമുക്കറിയാം പോഷൻ ട്രാക്കറിനകത്ത് പ്രീ സ്കൂളും അല്ലാത്തതുമായിട്ടുള്ള 3 to 6 കുട്ടികളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആധാർ ഐ ഡി നിർബന്ധമാക്കിയിട്ടുള്ളത് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമാണ്. ഇത്തരത്തിൽ ആധാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ആധാർ കാർഡ് എടുത്തിരിക്കണം. 1. 2 എന്ന് പറയുന്നത് ഈ ആധാർ കാർഡ്, അതായത് കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം രജിസ്ട്രേഷനും പൂർത്തിയാക്കേണ്ടത്. നിലവിൽ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആധാർ ഇല്ലെങ്കിലും അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോഷൻ ട്രാക്കറിനകത്ത് രജിസ്ട്രേഷൻ സാധ്യമായിരുന്നു. എന്നാൽ ആധാർ ഐ ഡി സൃഷ്ടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആ കുട്ടിയുടെ പേരിൽ ആധാർ കാർഡ് ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിൽ ആധാർ കാർഡ് കുട്ടിയുടെ പേരിലല്ല എങ്കിൽ അമ്മയുടെ പേരിലോ അച്ഛൻ്റെ പേരിലോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരിലോ ഉള്ള ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് കുട്ടിയെ രജിസ്റ്റർ ചെയ്തതെങ്കിൽ കുട്ടിക്ക് ആധാർ എടുത്ത ശേഷം കുട്ടിയുടെ ആധാർ അതിലേക്ക് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യുന്നതിന് ആഡ് ചൈൽഡ് ആധാർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയായിരിക്കണം കുട്ടിയുടെ ആധാറിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചൈൽഡ് ആധാർ ഓപ്ഷൻ എന്നുള്ളതും നമ്മൾ അതിൻ്റെ സെഷൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ അറിയുന്നതിനും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടിയുടെ ആധാർ അതിലോട്ട് മാറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ ഈ 2 കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കുട്ടിയുടെ പേരിൽ ആധാറിലായി കഴിഞ്ഞാൽ ടീച്ചർ ആധാർ ഐ ഡി മോർ ഓപ്ഷൻ എടുത്ത് ആധാർ ഐ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജിലോട്ട് എത്താൻ സാധിക്കും. ഈ ഭാഗത്ത് കുട്ടിയുടെ പേരും ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും, അതായത് ആധാർ കാർഡിലുള്ള പ്രധാനപ്പെട്ട ആ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഒപ്പം തന്നെ മൊബൈൽ നമ്പറും കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു കൺസെന്റ് ആണ് ചോദിക്കുന്നത്, അതായത് ഒരു സമ്മതപത്രം. കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ സമ്മതപ്രകാരം മാത്രമാണ് നമ്മൾ ആധാർ ഐ ഡി സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺസെന്റ് ചോദിക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും കുട്ടിയുടെ ആധാർ രേഖയും ബയോമെട്രിക് സംവിധാനങ്ങളും പോഷൻ ട്രാക്കറിലേക്ക് കൈമാറുന്നതിന് വേണ്ടി, അതെന്തിനാണ് കൃത്യമായി പറയുന്നുണ്ട്, ഒരു ആധാർ ഐ ഡി സൃഷ്ടിക്കുന്നതിനും ഒപ്പം തന്നെ ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സമ്മതപത്രം രക്ഷിതാക്കളിൽ നിന്ന് നമ്മൾ ആരായുന്നത്. ആ സാഹചര്യത്തിൽ അവർ കൺസെന്റ് കിട്ടുന്ന സമയം ഇവിടെ ടിക്ക് മാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ടിക്ക് മാർക്ക് കൊടുത്താൽ മാത്രമാണ് തൊട്ട് താഴെയുള്ള കോളങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ സാഹചര്യത്തിൽ നമുക്കറിയാം കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ചോദിക്കുന്ന ഭാഗത്ത് ഒന്നില്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ രക്ഷിതാവ്, ഈ 3 ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടീച്ചർ ഈ ഭാഗത്ത് മദർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തൊട്ട് താഴെ നെയിം ഓഫ് പാരന്റ് എന്ന് കാണുന്ന കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയുടെ പേര് വന്നു. രണ്ടാമത് അച്ഛൻ്റെ പേര് മാറ്റുമ്പോൾ ഇത്തരത്തിൽ അച്ഛൻ്റെ പേര് വന്നു. അതിനുശേഷം ഓതൻറ്റിക്കേഷൻ മെത്തേഡ് ചോദിക്കുന്നവിടെ UID ആണ്. കൃത്യമായി മനസ്സിലാക്കുക. UID എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് നമ്പറാണ്. അതേപോലെ തന്നെ ഓതൻറ്റിക്കേഷൻ ID നമ്പർ ചോദിക്കുന്നവിടെ ആധാർ കാർഡ് നമ്പറാണ് നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കോളങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ടീച്ചർ അടുത്ത ഘട്ടത്തിലേക്ക് പോയ സമയം ഇത്തരത്തിലുള്ള എറർ സന്ദേശമാണ് ടീച്ചർ മുന്നിൽ വന്നത്. അതാണ് നേരത്തെ കാണിച്ചത്. ഇതിനുള്ള പ്രതിവിധിയുമായിട്ടാണ്, അല്ലെങ്കിൽ ഈ തടസ്സത്തെ തരണം ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സന്ദേശം നമുക്ക് വന്നത് എറർ മെസ്സേജാണ്. അതായത് മിസ്മാച്ച് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ടീച്ചർ കൊടുത്ത ആധാർ കാർഡിൽ എന്തോ പിശക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത സമയം തന്നെ, അതായത് ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് അമ്മയെ സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയുടെ പേര് വന്നു. അത് ഓക്കെയാണ്, നമ്മൾ എൻ്റർ ചെയ്തതല്ല. കാരണം നമുക്കറിയാം ഒരു പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിയുടെ അമ്മയുടെ വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അച്ഛൻ്റെ വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ ആ കൊടുക്കുന്ന സമയം
അമ്മയുടെ ആധാർ കാർഡ് പ്രകാരമുള്ള പേരല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ തെറ്റ് വന്നിട്ടുള്ളത്. അച്ഛൻ്റെ പേരാണ് കൊടുത്തതെങ്കിലും അതും ആധാർ കാർഡ് പ്രകാരമായിരിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ മിസ്മാച്ച് വന്നത്. ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഒരു കുട്ടിയെ രജിസ്റ്റർ ചെയ്തത് കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിൽ നമ്മൾക്ക് ആകെ നോക്കേണ്ടത് കുട്ടിയുടെ ആധാറിലെ വിവരങ്ങൾ അതേപടി എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ ആധാർ നമ്മൾ പരിശോധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ആ തടസ്സം വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി അറിയുക. ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആ കുട്ടിയുടെ റിലേഷൻഷിപ്പ് ചോദിക്കുന്നവിടെ അമ്മയുടെ ഭാഗത്ത് മദർ എന്ന് സെലക്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് വന്നു? നെയിം ഓഫ് പേരന്റ് എന്ന് കണ്ടു. കൃത്യമായി ശ്രദ്ധിക്കുക, നെയിം ഓഫ് പേരന്റിന്റെ ഭാഗത്ത് അമ്മയുടെ പേര് വന്നു. ഓട്ടോമാറ്റിക്കായി വന്നതാണ്, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തതല്ല. ഇത് വന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താണോ അമ്മയുടെ പേര് കൊടുത്തത് അതാണ് ഇവിടെ വരിക. എന്നാൽ ഇവിടെ നോക്കുക, സുവർണ എന്നാണ് അമ്മയുടെ പേര് വന്നിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. പക്ഷെ അമ്മയുടെ ആധാർ കാർഡ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അമ്മയുടെ ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ ഇവിടെ സുവർണ ബാലൻ എന്നുകൂടെ ഉണ്ട്. കൃത്യമായി മനസ്സിലായി എന്നാണ് നമ്മൾ കരുതുന്നത്. കുട്ടിയുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സുവർണ എന്നാണ് രജിസ്ട്രേഷൻ ഫോമിൽ കൊടുത്തത്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സുവർണ എന്ന് മാത്രം വന്നത്. എന്നാൽ അമ്മയുടെ ആധാർ പ്രകാരം നോക്കുന്ന സമയത്ത് സുവർണ ബാലൻ എന്നുകൂടെ ഉണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇതിനുശേഷം ഇത് ഇവിടെ നിന്ന് തന്നെ കൃത്യമായി തിരുത്തി സുവർണ ബാലൻ എന്നാക്കി തൊട്ട് താഴെ അമ്മയുടെ ആധാർ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയം വീണ്ടും ഇത്തരത്തിലുള്ള എറർ മെസ്സേജ് വന്നു എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും? ടീച്ചർ വീണ്ടും മാറി ഇത് റിലേഷൻഷിപ്പ് ചോദിക്കുന്നവിടെ ഫാദർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അച്ഛൻ്റെ പേര് തന്നെയാണ് വന്നത്. അച്ഛൻ്റെ പേര് പ്രവീൺ എന്ന് വന്നു. വീണ്ടും ശ്രദ്ധിക്കുക, അച്ഛൻ്റെ ആധാർ കാർഡ് നിങ്ങൾ നോക്കണം. കുട്ടിയുടെ അച്ഛൻ്റെ ആധാർ കാർഡ് ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഇവിടെ പ്രവീൺ ആർ എന്ന് കൂടെ ഉണ്ട്. ഇനീഷ്യൽ ഒരു ആർ കൂടെ ഉണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ പേര് പ്രവീൺ മാത്രമാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ പ്രവീൺ എന്ന് മാത്രം വന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എന്ത് ചെയ്യണം? വീണ്ടും എഡിറ്റ് ചെയ്ത് നെയിം ഓഫ് പേരൻ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രവീൺ ആർ എന്ന് കൊടുത്തു. ടീച്ചർ അതിന് ശേഷം അച്ഛൻ്റെ ആധാർ വിവരങ്ങളും കൂടി കൊടുത്തതിന് ശേഷം ആധാർ നമ്പർ കൂടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തപ്പോഴും വീണ്ടും ഇത്തരത്തിൽ എറർ സന്ദേശം കാണിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ പറയുന്ന രക്ഷിതാവിൻ്റെ ആധാർ കാർഡ് ഒന്നുകൂടെ പരിശോധിക്കണം. അപ്പോൾ ഈ ആധാർ കാർഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് നോക്കുന്ന സമയത്ത് സുവർണ ബാലൻ എന്നാണ്, അത് നമ്മൾ ക്ലിയറായി കൊടുത്തു. ആധാർ നമ്പർ നോക്കി ക്ലിയറായി കൊടുത്തു. ഇത് രണ്ട് കാര്യങ്ങൾ മാത്രമേ ആ ഫോമിൽ ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും നമ്മൾ കൃത്യമായി കൊടുത്തു. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കുക, ഇഷ്യൂ ഡേറ്റ് ഇവിടെ 17/2/2013 എന്നാണ് കാണുന്നത്. അതായത് 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ആധാർ കാർഡ് ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിൽ എറർ സന്ദേശം കാണിച്ചു കൊണ്ടേയിരിക്കുന്നത്. നിർബന്ധമായിട്ടും 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കി വരണം. അത്തരത്തിൽ പുതുക്കി വന്ന ആധാർ കാർഡിൻ്റെ ഈ ആധാർ കോപ്പിയോ ആധാർ കാർഡോ ഉപയോഗപ്പെടുത്തിയായിരിക്കണം നമ്മൾ ഈ പോർഷൻ ട്രാക്കറിനകത്ത് കുട്ടിയുടെ രജിസ്ട്രേഷൻ ചോദിക്കുന്ന ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ എറർ സന്ദേശം വന്നുകൊണ്ടേയിരിക്കും. ഇനി അച്ഛൻ്റെ നോക്കുക, അച്ഛൻ്റെയും അതേപോലെ തന്നെ ആധാർ കാർഡ് നമ്മൾ കൊടുത്തു. അച്ഛൻ്റെയും എറർ സന്ദേശം കണ്ടു. അച്ഛൻ്റെ ആധാർ കാർഡ് നോക്കുമ്പോൾ 26/7/2012 ഇഷ്യൂ ഡേറ്റ്. അതും 10 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ളതാണ്. നിർബന്ധമായിട്ടും അതും അപ്ഡേറ്റ് ചെയ്യണം. ഇതെല്ലാം നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. ഒരു ആധികാരികമായിട്ടുള്ള രേഖ നമ്മൾ എന്ന് പറയുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആധാർ കാർഡിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറും ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആധാർ ID സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരുന്ന സമയം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഈ ഓപ്ഷൻ വഴി ഓരോ കുട്ടിയുടെയും ആധാർ ID കൃത്യമായി പൂർത്തിയാക്കുക. താങ്ക് യു.